ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം നമ്മളെ ഒരു പുതിയതായിട്ട് ഓരോ സബ് ഡിവിഷനിലും ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 16 ടീമുകളെ ആണ് 16 പേരുണ്ട് ഒരു സബ് ഡിവിഷനിൽ ഇതിനു വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് കേസ് ഡിറ്റക്റ്റ് ചെയ്യാനും അവയർനെസ് പ്രോഗ്രാമിനും ഇൻവെസ്റ്റിഗേഷനും എല്ലാമായിട്ട് നമ്മൾ നിയമിച്ചിട്ടുള്ളത്. അത് താൽക്കാലികമായിട്ടുള്ളൊരു പ്രൊസീജിയർ അല്ല. ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഓരോ സബ് ഡിവിഷനിലും കൊടുത്തുകൊണ്ട് അവർ ഈ മേഖലയിൽ മാത്രം വ്യാപൃതരാകുകയാണ്. കൊമേഴ്ഷ്യൽ കേസ് പിടിച്ചു കഴിഞ്ഞാൽ 20 വർഷം ശിക്ഷ കിട്ടാം. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ലഹരി വിമുക്ത കേരളമാക്കാൻ സാധ്യത അങ്ങനെയുള്ള ഒരു ലക്ഷ്യമാണോ കാണുന്നത് സർ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത് തന്നെയാണ് ഏതെങ്കിലും സമയത്ത് പിടിക്കപ്പെടും എന്നുള്ള ഒരു ധാരണ അവരിലേക്കുണ്ടാവും. ഒരു കൊമേഴ്ഷ്യൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് വെളിയിലിറങ്ങിയ ഒരാൾ വീണ്ടും ഈ തരത്തിലുള്ള ഒരു കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുവാണെങ്കിൽ ഇയാൾക്ക് ഡെത്ത് പെനാൽറ്റി വരെ കിട്ടാവുന്നതാണ്. അപ്പം നമുക്കൊരു 2 നമ്പർ തന്നിട്ടുണ്ട്, അതിൽ വിളിച്ച് പറയാം. അതുപോലെ തന്നെ നമുക്ക് ERSS 112 എന്ന പറഞ്ഞ നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ച് അറിയിക്കാം. അന്വേഷണത്തെ മന്ദഗതിയിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഇതിന് പിന്നിൽ വരുന്നുണ്ടോ? അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഒരു രാഷ്ട്രീയക്കാരും ഈ മയക്കുമരുന്ന് ഇതിൽപ്പെട്ട വിൽപ്പന നടത്തുന്നവരെയും അതിൻ്റെ ഹോൾസെയിൽ ഡീലർ നടത്തുന്ന അവരെ പിടിക്കണമെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇതിനൊന്നും യാതൊരു വിധത്തിലും പോലീസിൻ്റെ അടുത്ത് ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. പെൺകുട്ടികളെ മറയാക്കി എന്നല്ല, ശരിക്കും 18 വയസ്സിനൊക്കെ മേലുള്ള സ്ത്രീകളെല്ലാം അവരെല്ലാവരും ഇത് വിൽപ്പന നടത്താനുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് പുരുഷന്മാരെ പോലെ തന്നെ അവരും ഇതിൻ്റെ എല്ലാം ഒരു ഭാഗമാണ്. നമ്മൾ പിടിക്കുന്നത് ഒരു 35 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതലായിട്ട് പിടിക്കുന്നത്. അതിൽ മേളിൽ പ്രായമുള്ളവരുണ്ട്, 40-50 വയസ്സൊക്കെ ഉള്ളവരുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ നമ്മളിപ്പം പിടിച്ചിട്ടുള്ളത് ഒരു 35 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതൽ പിടിക്കുന്നത്. സാധാരണക്കാർക്ക് മറ്റൊരു നിയമം, വേറെ ഉയർന്നിരിക്കുന്ന ആൾക്കാർക്ക് മറ്റൊരു നിയമം, അങ്ങനെയാണോ? ഇത്ര ഉന്നതങ്ങളിലുള്ള ആൾക്കാരെ ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ പോലീസ് പോവും, ഡയറക്ടറേറ്റ് പോവും, ലഭിക്കുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തും. അത് കർശനമായ നടപടി അത് എടുക്കുക തന്നെ ചെയ്യും. ഇത് അവസാനിക്കുന്നത് വരെ ഇത് കണ്ടിന്യൂ തന്നെ ചെയ്യും. ഇപ്പം ഞാൻ മാറിയാലും ബാക്കി എല്ലാവരും മാറിയാലും ഇത് അടുത്ത് വരുന്ന ആൾ ഈ ഓപ്പറേഷൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും.